തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ വചനം ശ്രവിക്കുവാൻ, ജീവൻ്റെ വചനം എന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ആനന്ദമാണ്, സൗഖ്യമാണ് എന്ന് ഹൃദയം തുറന്ന് പറയുവാൻ, ആരാധിക്കുവാൻ, എല്ലാം മറന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകന നാഥനുമായി സ്വീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. ആയതിനാൽ കർത്താവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ചുരിയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ബഹുമാനത്തിനു യോഗ്യൻ യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം. ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ബഹുമാനത്തിനു യോഗ്യൻ യേശു മാത്രം. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ബഹുമാനത്തിനു യോഗ്യൻ യേശു മാത്രം. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ യെരിഹോവായാലും മാറിയിടും നമ്മൾ ആർക്കുമ്പോൾ. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ യെരിഹോവായാലും മാറിയിടും നമ്മൾ ആർക്കുമ്പോൾ. ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ്, ഈ ആരാധന എൻ്റെ സൗഖ്യമാണ്, ഈ ആരാധന എൻ്റെ സന്തോഷമാണ്. ബാർക്കുമോ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 61 സങ്കീർത്തനം. ബാർക്കുമോ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിൻ്റെ ചെറുകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു,
നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. ആമീൻ. ദൈവമേ, നിനക്ക് സ്തുതി യോഗ്യമാകുന്നു. പാർക്കുമോ. ഒരു വചന ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായി. നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ വൈഫിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. എങ്കിലും അതിനെ കാണാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ അച്ഛനോട് വരാൻ പറഞ്ഞ്. തുറന്നുള്ളതായ സമയം ബഹുമാനപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. പ്രേം ബഹുമാനപ്പെട്ട വന്യാചാര്യ ശ്രേഷ്ഠൻ, കർത്താവിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ, ദൈവത്താൽ ദൈവവേലയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന കർത്തൃദാസന്മാർ, മനോഹരമായി ഗാനമാലപിക്കുന്ന ഗായിക സംഘത്തിലെ പ്രിയമകൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഒരിക്കൽ കൂടി ഈ ധ്യാന കേന്ദ്രത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പിതാവ് ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ നാളുകളിൽ UK-യിലെ പ്രദേശങ്ങളിൽ, UK-യിൽ അവിടെ 2 ദൈവാലയങ്ങളിലാണ് എനിക്ക് ചുമതലയായിട്ടുള്ളത്. ഒന്ന് ലണ്ടനിലുള്ളതായിരിക്കുന്ന ദൈവാലയവും അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലമായിരിക്കുന്ന കിങ്സ് ലിൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കുഞ്ഞു ദൈവാലയവും. അവിടെ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ, ഒരു 12-15 വീട്ടുകാരേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും കുറഞ്ഞ ആളുകളുള്ളിടത്താണല്ലോ ദൈവത്തിൻ്റെ വലിയ സന്തോഷവും കൂട്ടായ്മയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രകാരം വളരെ സന്തോഷത്തോടുകൂടി ദൈവവചനവും വിശുദ്ധ ആരാധനയിലുള്ളതായിരിക്കുന്ന ബന്ധവുമൊക്കെയായി ആ ദേശത്ത് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്നും അതോടൊപ്പം തന്നെ ഇന്ന് ദൈവവചന ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പിതാവ് 2 പേരെ ഇവിടെ നിർത്തി കാണിച്ചപ്പോൾ ഒരുപക്ഷെ അറിയുന്നവർക്ക് മനസ്സിലായി കാണും അപ്പനും മോനും ആണെന്ന്. ചിലരൊക്കെ ഇവിടുന്ന് പറയുന്നുണ്ട് ചേട്ടനും അനിയനും ആണെന്ന്. എനിക്ക് തോന്നുന്നു ഈ ഇവിടെ ആയിരിക്കുമ്പോഴാണ് കൂടുതലും അവർ ഈ വീണ്ടും വീണ്ടും പ്രായം കുറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇവിടുന്ന് പോയതായിരിക്കുന്ന ആ ഒരു ഭാവവും അതൊന്നുമല്ല. കാരണം കുറച്ച് ക്ഷീണിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ ക്ഷീണിച്ചത് നമ്മുടെ ദേഹത്താണല്ലോ കാണുന്നത്, മുഖത്തേക്കാണല്ലോ എല്ലാവരും ആദ്യം നോക്കുന്നത്. മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം വയസ്സായില്ലോ എന്നാണ്. കാരണം താടിയൊക്കെ നരച്ചു, തലമുടിയൊക്കെ നരച്ചു. നിങ്ങൾക്കപ്പോൾ നരച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അച്ഛൻ ഈ പറയുന്നത് പപ്പയോടുള്ള അല്ലെങ്കിൽ ബെന്നിച്ചേട്ടനോടുള്ള ചെറിയ അസൂയ കൊണ്ടായിരിക്കുമെന്ന്. കാരണം എന്താ, നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു താടി പോലും നരച്ചിട്ടില്ല, ഒരു മുടി പോലും ഇതുവരെ നരച്ചിട്ടില്ല. ദൈവമൊന്നും അല്ല കേട്ടോ, സത്യം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് ചിലപ്പോൾ ചേട്ടനും അനിയനും ആണെന്നൊക്കെ. എന്നിരുന്നാൽ തന്നെയും ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ദൈവ സാക്ഷ്യത്തിലേക്ക് പിതാവ് തിരിഞ്ഞതുകൊണ്ട് പല കൂട്ടായ്മകളിലൂടെയും കൺവെൻഷനുകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ആ പിതാവിൽ നിന്ന് കേട്ടുപഠിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, പിതാവിൻ്റെ ശുശ്രൂഷയിലുള്ളതായിരിക്കുന്ന ആ ഒരു വലിയ സ്വാധീനം അല്ലെങ്കിൽ ആ വലിയ ഒരു അടുപ്പം, അതൊക്കെയുമാണ് ദൈവവചനത്തിൻ്റെ കീഴിൽ ചേർന്നിരിപ്പാൻ തക്കവണ്ണം എനിക്ക് മുഖാന്തരമായി തീർന്നത്. പ്രിയമുള്ളവരെ, പണ്ടൊരു തത്തയുടെ ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? ഒരു മദ്യപാനിയായിരിക്കുന്ന മനുഷ്യൻ്റെ വീട്ടിൽ വളർത്തുന്നതായിരിക്കുന്ന ഒരു തത്ത, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. വീണ്ടും പറയുന്നതിൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയാം. അതാര് വന്നാലും എപ്പോഴും ചീത്തയും വഴക്കുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ആര് അകത്തേക്ക് കയറി വന്നാലും, ഈ മദ്യപാനിയായ മനുഷ്യനെ കാണുവാൻ ആര് കടന്നു വന്നാലും, ഇനിയിപ്പോൾ റോട്ടിലൂടെ ആരെങ്കിലുമൊക്കെ പോയാലും അവനെയും ചീത്ത വിളിക്കും. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായി ഈ മനുഷ്യന്. കാരണം ഈ താൻ വളർത്തുന്നതായിരിക്കുന്ന ഈ തത്ത ആര് പോയാലും എപ്പോൾ ആളുകൾ കടന്നു പോയാലും ഉടനെ തന്നെ ചീത്ത വിളിയാണ്. അപ്പോൾ ഇയാളൊരു കാര്യം ചെയ്തു. തൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ അതേപോലെ തന്നെ ഒരു തത്തയുണ്ട്. അത് നല്ല സൗമ്യമായ ഇടപാടുകളോടി അല്ലെങ്കിൽ നല്ല സൗമ്യമായ രീതിയിൽ ആരെയും ചീത്ത വിളിക്കാതെ നല്ല മനോഹരമായിട്ട് പോകുന്നതായൊരു തത്തയാണ്. എന്നാൽ കുറച്ച് നാൾ അവിടെ കൊണ്ടുപോയി ആക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത ഈ മനുഷ്യന് കടന്നു വരിക. അങ്ങനെ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യയുടെ വീട്ടിൽ നിന്ന് വിളി വന്നു, ഈ തത്ത എത്രയും വേഗം തിരിച്ചു കൊണ്ടുപോകണമെന്ന്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ? മറ്റു തത്ത കൂടി ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങി. ഈ തത്തയുടെ ചീത്ത വിളി മാറിയുമില്ല. കൂടെ ഉണ്ടായിരുന്ന നല്ല തത്ത വീണ്ടും
വഴിയെ പോകുന്നവരെ എല്ലാവരെയും ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് ചെറിയൊരു കാര്യമാണെങ്കിലും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിരിക്കുന്ന നമ്മൾ, എന്താ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ? ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോട് കൂടിയുള്ളതായിരിക്കുന്ന ജീവിതം, ക്രിസ്തുവിലാകുന്ന ജീവിതം. അപ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നാം, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന നാം, ആ ഒരു ക്രിസ്തീയ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റേതായിരിക്കുന്ന ഭാവമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന ഭാവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ക്രിസ്ത്യാനിയായ ഒരുവൻ ഒരു മദ്യപൻ്റെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ ആ മദ്യപൻ്റേതായിരിക്കുന്ന ഭാവമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന ഭാവം നമുക്കും ഉണ്ടാകണം. ഇപ്പോൾ ആ തത്തയുടെ കഥ പറഞ്ഞ പോലെ ഒരു നീചമായ അല്ലെങ്കിൽ ദുഷ്ടമായൊരു ഇടപാടുകളിലേക്ക് ആ നല്ല തത്ത കടന്നു പോയപ്പോൾ അതും ചീത്തയായി പോയി എന്നുള്ളതായിരിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നാം ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന പ്രതിബന്ധങ്ങളിലൂടെയും ഈ ലോകത്തിലെ പൈശാചികമായ ഇടപെടലുകളിലൂടെയും കടന്നു പോകുമ്പോൾ പിശാചിൻ്റെതായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടവരല്ല, മറിച്ച് ദൈവിക അനുഭവം തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകേണ്ടവരാ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. ശുദ്ധമുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. അതിന്റെ സംഭവവും പശ്ചാത്തലവും ഒക്കെ നിങ്ങൾക്കറിയാം. എന്താണ് പശ്ചാത്തലം? അതിലെ ദൈവവചനവുമായിട്ടുള്ളതായ ശുശ്രൂഷയിൽ പത്രോസും അതേപോലെ തന്നെ ശീലാസും ആയിരിക്കുമ്പോൾ, പൗലോസും ശീലാസും ആയിരിക്കുമ്പോൾ അവരെ കാരാഗൃഹത്തിൽ ഏൽപ്പിക്കുകയാണ്. കാരാഗൃഹത്തിൽ അവരായിരുന്നപ്പോൾ കാവൽ നിൽക്കുവാനായിട്ട് പടയാളികളെ ഏൽപ്പിച്ചു. സന്ധ്യയായി പാതിരാത്രി യാമത്തിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു, കെട്ടുകൾ അഴിക്കപ്പെട്ടു, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ വലിയ ഇടിമുഴക്കമുണ്ടാകുമ്പോൾ ആ പടയാളികൾ പൗലോസിൻ്റെയും ശിലാസിൻ്റെയും അടുക്കൽ കടന്നു ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിരിക്കുന്ന ഒരു മറുപടിയാണ്. എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പൗലോസിനെയും ശിലാസിനെയും തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് വലിയ വിരുന്നൊഴുക്കി. പിറ്റേ ദിവസം ന്യായാധിപൻ്റെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവർ റോമ പൗരന്മാരാണ്. ആ കാലത്ത് റോമ പൗരന്മാർക്ക് വളരെ വിശേഷത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വിട്ടയച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ആ പടയാളികളായിരിക്കുന്ന മനുഷ്യൻ പൗലോസിനെയും ശീലാസിനെയും തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇപ്രകാരം നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് അവരോട് പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന അനുഭവം, ക്രിസ്തുയേശുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് അപ്പോസ്തലന്മാർ ഒരു ആശംസകളായിട്ട് ഓരോ പുസ്തകങ്ങളുടെയും ഒടുവിലുള്ളതായ ഭാഗങ്ങളിൽ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആശീർവാദമായിട്ട് പറയുന്നത്. ക്രിസ്തുയേശുവിലുള്ളതായിരിക്കുന്ന ഭാവം നിങ്ങളിലുണ്ടാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ഉള്ളതായിരിക്കുന്ന പ്രധാന ചിന്ത. ക്രിസ്തീയ ജീവിതം നമുക്ക് ഏവർക്കും അറിയാവുന്ന പഴയ കാലത്തെ ഒരു ഉപദേശിയുടെ പേരുണ്ട്. ഒരുപാട് ഗാനങ്ങൾ എഴുതിയതായിരിക്കുന്ന ഒരു ഉപദേശിയാണ് ഫിലിപ്പോസ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഗാനം, ക്രിസ്തീയ ജീവിതത്തെ പറ്റിയുള്ളതായിരിക്കുന്ന ഒരു ഗാനം ഇപ്രകാരമാണ്: ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം
പാരിലെന്തുള്ളൂ ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമം ജീവിതം പാരിലെന്തുള്ളൂ. ഈ പാട്ട് പിറക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഒരു പക്ഷേ എന്താണ് സാഹചര്യം? എന്താണ് സാഹചര്യം? പണ്ട് കാലങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കയ്യിലൊരു ബൈബിളും ഒരു വെള്ള വസ്ത്രവുമൊക്കെ അണിഞ്ഞ് ദേശം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ദൈവവചനം പ്രസംഗിക്കുകയും പാടുകയും ചെയ്തതായിരിക്കുന്ന ഒരു കർത്തൃദാസനാണ് ഫിലിപ്പോസ് ഉപദേശി. ഒരുപാട് ഗാനങ്ങൾ ആ പ്രിയ കർത്തൃദാസൻ്റെ വായിൽ നിന്ന് ഉരുവിട്ടതായിരിക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. ക്രിസ്തീയ ഗാനങ്ങൾ, അതിമനോഹരമായിരിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങൾ. ഒരിക്കൽ താൻ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദിവസവും തന്നോട് സ്നേഹത്തോടു കൂടി തന്നെ വരവേൽക്കുന്നതായ ഭാര്യയുടെ മുഖം അന്ന് വാടിയിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകിയതിൻ്റെ കണ്ണുനീർ ചാലുകൾ അവളുടെ മുഖത്ത് കാണുവാനായിട്ട് സാധിക്കും. കാര്യം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു, ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണ് അല്പം മുളകുകൾ. അന്ന് ഈ മുളകും അതേപോലെ കൃഷിയൊക്കെ ആണല്ലോ ഉണ്ടായിരുന്ന ആളുകളുടെ വരുമാന മാർഗം എന്നൊക്കെ പറയുന്നത്. 10-20 സെൻറ്റിൽ സ്ഥലത്ത് ഒരു ചെറിയ വീടും ആ കൃഷിയിടങ്ങളിലൊക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ തൻ്റെ ഭാര്യ പറയുകയാണ്, ആകെ ഉണ്ടായിരുന്ന മുളക് പാട്ടക്കാരൻ വന്ന് അല്ലെങ്കിൽ കരാറുകാരൻ വന്ന് പ്രമാണി വന്ന് അതും ചാക്കിലെടുത്തുകൊണ്ട് പോയി, ഇപ്പോൾ പോയതേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഉപദേശി അതിൻ്റെ പുറകെ ഓടിച്ചെന്ന് കണ്ട് സംസാരിച്ചു, അയ്യോ ഇത് മുഴുവൻ കൊണ്ടുപോകരുത്, അല്പമെങ്കിലും ഒന്ന് മിച്ചം വെക്കണം. കാരണം വീട്ടിൽ ഭക്ഷിക്കുവാനായിട്ടൊന്നുമില്ല, മക്കൾക്കൊന്നും കൊടുക്കുവാനായിട്ട് ബാക്കിയില്ല. അതുകൊണ്ട് അല്പമെങ്കിലും ഒന്ന് തരംതിച്ച് പോകണമെന്ന് കാല് പിടിച്ചെന്നവണ്ണം അപേക്ഷിച്ചപ്പോൾ ഒരല്പം അദ്ദേഹത്തിന് കൊടുത്തു. അന്നത്തേക്കുള്ളതായ ഭക്ഷണം വാങ്ങിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു തുക, ആ തുകയ്ക്കുള്ള ഒരു മുളക്, കുറച്ച് മുളക്. എന്നാൽ പിറ്റേ ദിവസം ഉപദേശി വീണ്ടും കടന്നു വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നതിൻ്റെ കൃഷിയിടത്തിലെ മുളകുകളും കപ്പത്തണ്ടുകളും ഒക്കെയും ഒടിച്ച് മറച്ച് അതിട്ടിരിക്കുകയാണ്. തനിക്ക് മനസ്സിലായി, കഴിഞ്ഞ ദിവസത്തെ താൻ കാൽക്കൽ വീണ് അപേക്ഷിച്ച് അതിൻ്റേതായിരിക്കുന്ന പ്രതികാരമോ അല്ലെങ്കിൽ അതിലുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈർഷ്യയോ പകയോ ഒക്കെയോ ആയിരിക്കും പിറ്റേ ദിവസം തന്നെ വന്ന് ഈ കപ്പയും മുഴുവനുണ്ടായിരുന്ന മുളകുകളൊക്കെയും പൂർണ്ണമായിട്ടും കൊണ്ടുപോകാനായിട്ടിടയായത് എന്ന്. പുറകെ ഓടി അല്പമെങ്കിലും തന്നേച്ച് പോകണമെന്ന് പറഞ്ഞപ്പോൾ സാധിച്ചില്ല, തരില്ല എന്ന് പറഞ്ഞു. കാരണം നിനക്ക് തരുവാനുള്ളതായിരിക്കുന്ന തുക ഇതുകൊണ്ടൊന്നും ആകത്തില്ല. അങ്ങനെ പറഞ്ഞ് കടന്നുപോയി. ഭാര്യ വിഷമിച്ചിരിക്കുകയാണ്, മക്കൾ പട്ടിണിയാണ്. ആ സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ചരിത്രം പറയുന്നതായിരിക്കുന്ന ഭാഗം ഇങ്ങനെ പ്രകാരമാണ്. തൻ്റെ ആ പറമ്പിൽ മുട്ടുകുത്തി തൻ്റെ ഭാര്യയെയും ചേർത്ത് വിളിച്ചുകൊണ്ട് പാടുന്നതായിരിക്കുന്ന ഒരു ഗാനമാണ് ആ പാട്ട്. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പിന്നീടും ആ വരികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് പാടുന്നത്? കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, പെറ്റമ്മയേക്കാൾ കൂടുതലായിട്ടെന്നെ പോറ്റുന്ന ദൈവം എനിക്കുണ്ട്. പിന്നെയും പാടുന്നുണ്ട്, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ അതിലൊക്കെയും ഉപരിയായിട്ട് എന്നെ പോറ്റുന്നതായിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ മുട്ടിന്മേൽ നിന്ന് തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനുമുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്, ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരല്ല, മറിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാകണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തോട് ചേർന്നിരുന്ന് അവർ മുൻപോട്ട് കടന്നു പോകുമ്പോൾ
ദൈവം കൂടെയുണ്ടെന്നുള്ളതായ വിശ്വാസത്തിൽ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനയിലൂടെ ചങ്ങലകൾ അഴിക്കപ്പെടുമ്പോൾ, പ്രാർത്ഥനയിലൂടെ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ, അത് കണ്ടു നിന്നതായിരിക്കുന്ന ആ പടയാളികളോട് പൗലോസപ്പോസ്തലൻ പറയുന്നതായ വാചകമാണ് എന്ത്? ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചില പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം വെറുതെ ഒന്നും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം വെറുതെ അങ്ങ് മുന്നോട്ട് പോയാലൊന്നും സാധ്യമാകത്തില്ല. അതിന് ചില കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഓക്കെ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, എന്നാൽ വിരുദ് പ്രാപിക്കുവാനായിട്ട് ഒരുവനെ സാധ്യമാകുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഓടുവിൻ എന്നാണ് ആ വാക്യത്തിൻ്റെ അവസാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യർ ലേഖനം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയതെന്ന് അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് വായിച്ചു പോകട്ടെ. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തെനോസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ 2-ാം വാക്യം മുതലുള്ളതായ ഭാഗമാണ്. അത് ആരെഴുതി എന്നുള്ളതൊക്കെയാണ് ആദ്യം, ആർക്ക് എഴുതി എന്നുള്ളതൊക്കെയാണ് ആദ്യത്തെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 2-ാമത്തെ വാക്യം മുതൽ കേൾക്കുകയാണ്. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. നമ്മുടെ എന്താണ്? അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്നവർക്ക് എഴുതുന്നത്. അതായത് ആർക്കാ എഴുതിയിരിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആർക്കാ എഴുതിയിരിക്കുന്നത്? വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്. വീണ്ടും പറഞ്ഞാൽ ആർക്കാ എഴുതിയിരിക്കുന്നത്? വിശുദ്ധന്മാർക്ക്. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക്. വീണ്ടും ചോദിക്കുകയാ, ആർക്കാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം എഴുതിയത്? ആർക്കാ? നിങ്ങൾക്കാർക്കും അല്ലേ എഴുതിയത്? ആണോ? എന്താ കാര്യം? വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാവണ്ണം വിശുദ്ധിയോടെ ജീവിക്കുന്നവർ. നിങ്ങൾ അങ്ങനെയാണോ? അപ്പം നിങ്ങൾക്കല്ല എഴുതിയത്. പിന്നെ നിങ്ങളിത് വായിക്കാൻ പോകരുത്. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്ന വിശുദ്ധരായവർക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏവർക്കുമാണ് ഈ കൊരിന്ത്യർ ലേഖനം എഴുതിയിരിക്കുന്നത്. വിളിക്കപ്പെട്ട വിളിക്ക്. എന്താണ് വിളിക്കപ്പെട്ട വിളി എന്ന് പറയുന്നത്? ക്രിസ്തുയേശുവിൻ്റെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവർ, ക്രിസ്തുയേശുവിനോട് ചേർന്ന് നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധന്മാരുടെ ഗണത്തിൽ പെടുന്നവരാണ് നാം ഓരോരുത്തരും. അതിനൊരു ഭാഗമുണ്ട്.
മാലാഖമാർക്ക് പോലും എടുക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എടുക്കുന്ന പുരോഹിതനാണ് എങ്കിൽ തന്നെയും ഈ ലോകത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മനുഷ്യനാണ്. ആയതുകൊണ്ട് മനുഷ്യർക്ക് സ്പർശിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയെപ്പറ്റി വേദപുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ? മനുഷ്യൻ എപ്രകാരം പ്രത്യേകതയുള്ളവനാ? പറ. മനുഷ്യനെ ദൈവം എപ്രകാരമാണ് സൃഷ്ടിച്ചത്? നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ? പറ. വേദപുസ്തകത്തിൽ നിന്നൊക്കെയാണ് ഈ പറയുന്നത്. മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, അതൊക്കെ വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ട് അവനെ സൃഷ്ടിച്ചതിൽ. എന്താണ്? വലിയൊരു വിശേഷതയുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഏറ്റവും ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് അഹങ്കരിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രത്യേകതയുള്ളവൻ, ഞാൻ ഏറ്റവും പ്രത്യേകതയുള്ളവനാണ്, ഞാൻ ഏറ്റവും മഹിമയുള്ളവനാണ് എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്നതായൊരു ഭാഗമുണ്ട്. ദൈവത്തേക്കാൾ അല്പം താഴ്ത്തിയും മാലാഖമാരേക്കാൾ ഉയർത്തിയും മാലാഖമാരേക്കാൾ വിശേഷതയുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മാലാഖമാരേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് മനുഷ്യനെന്ന് പറയുന്നത്. മാലാഖമാരേക്കാൾ ശ്രേഷ്ഠമായവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നതായൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കടുക് മണിയുടെ അത്രയെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ പറ, ഈ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അത് നിശ്ചയമായും മാറിപ്പോകും. അപ്പോൾ ഒരു മലയെ മാറ്റുവാൻ തക്കവണ്ണം ശക്തി കൊടുത്തിട്ടുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? എങ്ങനെയാണെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാലാഖമാരേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചുവെങ്കിൽ മാലാഖമാരേക്കാൾ ശക്തിയും കഴിവുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മലകളെ മാറ്റുവാനായിട്ട് നിനക്ക് ശക്തിയുണ്ടെന്ന്. മാലാഖമാർ പോലും കൊടിലുകൾ കൊണ്ട് എടുത്തിരുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ തീക്കട്ട സ്വന്തം കൈകൊണ്ട് സ്പർശിക്കുവാനായിട്ട് മനുഷ്യന് ദൈവം അനുഗ്രഹം നൽകി. അതുകൊണ്ട് മനുഷ്യൻ്റെ കൈകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് അനേകമായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബലവാനായിരിക്കുന്ന ഒരു മനുഷ്യന് തൻ്റെ ബലം മനസ്സിലാക്കിയാലേ തനിക്ക് പോരാടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയ ശരീരവും വലിയ പൊക്കവും ഉയരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറയും അവന് വലിയ പൊക്കവും വണ്ണമൊക്കെ ഉണ്ടെന്നുള്ളൂ, വേറെ കഴിവൊന്നുമില്ല എന്ന്, അല്ലേ? വലിയ പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ അവനെ കൊണ്ട് സാധ്യമാകത്തില്ല. അതേപോലെ തന്നെ മനുഷ്യൻ്റെ കാര്യവും, എന്നെ കൊണ്ട് ഒന്നിനും സാധ്യമാക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നിന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ വലിയൊരു രണ്ട് ഭാണ്ഡക്കെട്ടുകളുമായിട്ട് അദ്ദേഹം കടന്നു പോകുക. രണ്ട് ഭാണ്ഡക്കെട്ടുകളും ഒരുമിച്ച് ഒരു ഭാണ്ഡത്തിലാക്കിയിട്ട് വലിയൊരു കെട്ടുമായിട്ടാണ് വലിയൊരു മല കയറുവാനായിട്ട് പോകുന്നത്. വലിയൊരു മല കയറുവാനായിട്ട് അവൻ തുടങ്ങിയ ഒരു പകുതി വരെയൊക്കെ കയറിയപ്പോഴത്തേനും ഈ ഭാണ്ഡക്കെട്ടുകളുടെ ഭാരം മൂലം അവന് മല കയറുവാനായിട്ട് ഭയങ്കര പ്രയാസം. ഒടുവിൽ അവൻ തളർന്ന് ക്ഷീണിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ തൻ്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അതിലൂടെ മല കയറുന്നതായ മറ്റൊരു മനുഷ്യൻ അവനോട് പറഞ്ഞു, നീ എന്താണ് ഇത്രമാത്രം നിനക്ക് ക്ഷീണിക്കുവാനുള്ളതായ കാര്യം?
അവൻ പറഞ്ഞു, എൻ്റെ ഈ ഭാണ്ഡക്കെട്ടുകളാണ് എനിക്ക് മല കയറുവാനായിട്ടുള്ള തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ഈ വലിയ ഭാണ്ഡം അന്നഴിച്ചപ്പോൾ അതിനകത്ത് 2 കെട്ടുകൾ. 2 കെട്ടുകളിൽ ഈ 2 കെട്ടുകളും എന്താണ് എന്ന് ഈ ഭാണ്ഡക്കെട്ടുകളുടെ ഉടമയായിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചപ്പോൾ അവൻ ഒന്നാമത്തെ ഭാണ്ഡക്കെട്ട് എടുത്തപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ കഴിഞ്ഞ കാല നാളുകളിലെ എൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് ഈ ഭാണ്ഡക്കെട്ടിൽ ഞാൻ ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാണ്ഡവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രയാസമില്ലാതെ മല കയറുന്ന ആ വഴിപോക്കൻ അല്ലെങ്കിൽ ആ യാത്രികനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എന്തിനാണ് നിന്റെ കഴിഞ്ഞ കാലത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും നിന്റെ ജീവിത ദുരിതങ്ങളും നീ വീണ്ടും ചുമക്കുന്നത്? അത് കഴിഞ്ഞുപോയി. ഇനിയും നീ എന്തിനാണത് ചുമന്നുകൊണ്ട് പോകുന്നത്? ആ മനുഷ്യൻ ചിന്തിച്ചു, എന്തിനാ ഞാൻ ഈ കഴിഞ്ഞ കാലത്തെ ഭാരങ്ങളും പ്രയാസങ്ങളും ചുമക്കുന്നത്? അത് ഉപേക്ഷിച്ചേക്കാം. അവനത് ഉപേക്ഷിച്ചു. പിന്നെയും അവൻ അല്പദൂരം നടക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഭാണ്ഡമേ ഉള്ളൂ. വലിയൊരു ഭാരം അവനിൽ നിന്ന് അകന്നുപോയി. വീണ്ടും അല്പം മല കയറി. അപ്പോഴും അവൻ ക്ഷീണിച്ചു. വീണ്ടും അവൻ തളർന്നിരിക്കുമ്പോൾ കൂടെയുള്ളതായിരിക്കുന്ന അവൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ വീണ്ടും തളർന്നു പോകുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ ഒരു ഭാണ്ഡം കൂടിയുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നിന്റെ ഈ ഭാണ്ഡത്തിലുള്ളത്? അവൻ പറഞ്ഞതായിരിക്കുന്ന കാര്യം അപ്രകാരമാണ്, മുൻപോട്ട് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ഇനിയുള്ള ജീവിതത്തിലെ എൻ്റെ ഭാരങ്ങളും എനിക്ക് വന്നേക്കാവുന്ന ആകുലതകളും വ്യാധികളും അപകടങ്ങളെക്കുറിച്ചും ഓർത്തുമുള്ളതായ ഭയമാണ് എൻ്റെ ഈ ഭാണ്ഡത്തിലുള്ളത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും നീ ഇപ്പോൾ തന്നെ ചിന്തിച്ചുകൊണ്ട് എന്തിനാണ് ആ ഭാരങ്ങൾ കൂടി നീ വഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കുക. സംഭവിക്കുമെന്ന് പറഞ്ഞ് നീ എന്തിനാണ് ഇപ്രകാരം ഈ ഭാരം കൂടി ചുമക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ ചിന്തിച്ചു, സത്യം തന്നെ, എന്തിനാണ് ഇനിയുള്ളതായ എൻ്റെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കുന്ന ഈ ഭാരങ്ങൾ വെറുതെ ഞാൻ ചുമക്കുന്നത്? ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ ഭാണ്ഡവും കൂടി താൻ ഉപേക്ഷിച്ചു. പിന്നീട് അവൻ സ്വതന്ത്രനായി ഒരു ഭാരവുമില്ലാതെ ഈ ഉയർന്ന മലയിലേക്ക് അവൻ കയറി മുൻപോട്ട് കടന്നു പോകും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആകുലതകളും ഭാരങ്ങളും കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളും ചിന്തിച്ചുകൊണ്ട് ക്ഷീണിച്ച് തളർന്നു പോകുന്നവരാകരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മുൻപോട്ടുള്ളതായിരിക്കുന്ന വരുവാനുള്ളതായിരിക്കുന്ന കാലത്തിലെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുമായി തീരരുത്. ദൈവത്തോട് കൂടിയുള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ നാളുകളിലെ ഭാരങ്ങൾ നിസാരമെന്ന് എണ്ണുവാനായിട്ട് നിനക്ക് സാധിക്കണം. ദൈവത്തോട് കൂടിയുള്ളതായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വരുവാനുള്ള നാളുകൾ അതെന്റെ ജീവിതത്തിൽ ദൈവമാണ് ഒരുക്കുന്നതെന്നുള്ളതായ ബോധ്യത്തോടുകൂടി കടന്നു പോകുന്നവരായിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് വേദപുസ്തകത്തിലൂടെ അറിയാനായിട്ട് സാധിക്കും, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നിന്നെ ദൈവം അറിയുന്നവനാണ്. ദൈവം അറിയുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ അറിയുന്നു. നീ നടക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും നീ ഉറങ്ങാൻ പോകുന്നതും നിന്റെ കൈകളും നിന്റെ കാലുകളും നിന്റെ പ്രവൃത്തികളും എല്ലാം ദൈവം മുൻകൂട്ടി അറിയുന്നു. നിന്റെ തലയിലെ ഓരോ മുടിനാരിഴകൾ പൊഴിയുന്നതും എണ്ണി തിട്ടപ്പെടുത്തി ഇനി എത്ര പൊഴിയുവാനുണ്ടെന്നും ഇനി എത്ര ശേഷിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി വെച്ചിരിക്കുന്നവനാണ് ദൈവം. അപ്രകാരം നിന്നെ മനസ്സിലാക്കിയവനായിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നിലൂടെ നടത്തപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ദൈവം നയിക്കുന്ന വഴികളിലൂടെയാണ് ഞാൻ നടക്കേണ്ടുന്നതെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവരായിരിക്കണം. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നതായ വലിയ ശക്തിയാണ് അവൻ്റെ കൈകൾ കൊണ്ട് മറ്റുള്ളവനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. ഒരു മുഴം കയറിൽ ജീവ അവസാനിപ്പിക്കുവാനിരിക്കുന്ന ഒരുവൻ്റെ അടുക്കലേക്ക്
അവിചാരിതമായിട്ടൊന്ന് കടന്നു ചെന്ന്, ഒരുപക്ഷെ നിന്റെ അയൽക്കാരനായിരിക്കാം, ഒരുപക്ഷെ നിന്റെ സ്നേഹിതനായിരിക്കാം, നിന്റെ അടുക്കിലേക്കൊന്ന് കടന്നു ചെന്ന് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച്, നിന്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഞാനുണ്ട് എന്നൊന്ന് പറഞ്ഞവനെ ചേർത്ത് പിടിക്കുമ്പോൾ, ഒരു മുഴം കയറിൽ ജീവനൊടുക്കുവാൻ ഇരിക്കുന്നവന് നീ കൊടുക്കുന്നതായ വലിയ ഒരു ശക്തിയാണത്. എന്ത്? ആ ചേർത്ത് പിടിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിലും ചവറ്റുകൊട്ടയിലും ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന മാതാപിതാക്കൾ മുൻപോട്ടൊന്ന് ചിന്തിച്ചാൽ, ഇപ്രകാരം ചിന്തിച്ചാൽ, ദൈവം ആണ് ഈ കുഞ്ഞിനെ നൽകിയത്, ദൈവം കരുതിക്കൊള്ളുമെന്നൊന്ന് ചിന്തിച്ചാൽ ഇപ്രകാരമുള്ള പ്രവൃത്തികളിലേക്ക് കടന്നു പോകുകയില്ല. തെറ്റുകളിലൂടെയും ജീവിതത്തിലെ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവര് ദൈവം കരുതിക്കൊള്ളുമെന്നൊന്ന് ചിന്തിച്ച് കടന്നുപോയാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിസാരമെന്ന് എണ്ണി മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് സാധ്യമായി തീരും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കേട്ടതായിരിക്കുന്ന 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവന്റെ ഒരു ജീവിതമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഓടുന്നവർ ഒരുപാട് പേരുണ്ടാകും, നിന്റെ കൂടെ ഓടുന്നവർ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ ചിലർ കഴിഞ്ഞ കാല ജീവിതത്തിലെ പ്രയാസങ്ങളെ ഓർത്ത് വഴിയിൽ തളർന്നു പോയേക്കാം. ചിലർ മുൻപോട്ടുള്ളതായ പ്രയാസങ്ങളെ ഓർത്ത്, വരുവാനിരിക്കുന്ന പ്രയാസങ്ങളെ ഓർത്ത് ഓട്ടത്തിൽ നിന്ന് പിന്മാറിപ്പോയേക്കാം. എന്നാൽ ക്രിസ്തു യേശുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും, ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഓരോരുത്തരും ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കി ബിരുദ പ്രാപിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സോടെ, വിജയം പ്രാപിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ചിന്തയോടെ, നിശ്ചയമായും വിജയം കൈവരിക്കുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ളതായ ഒരു പ്രത്യാശയോടെ മുൻപോട്ട് കടന്നു പോകുന്നവരായിരിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം നിർത്തിവെക്കുന്നവരാ പലരും. ആ ഓട്ടം നിർത്തിവെച്ചാൽ നിനക്ക് മുൻപേ പലരും എത്തിച്ചേരും, നിനക്ക് മുമ്പേ പലരും ബിരുദ പ്രാപിക്കുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പശ്ചാത്തല ഭാഗങ്ങൾ ഈ നമ്മൾ മുൻപേ വായിച്ചു കേട്ടതായിരിക്കുന്ന പൗലോസിൻ്റെയും ശിലാസിൻ്റെയും കാരാഗ്രഹവാസത്തിൻ്റെ അതിനു മുമ്പുള്ളതായ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ ആ സമയമൊക്കെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പരിശുദ്ധാത്മാവിനെ ശ്ലീഹന്മാർ ആവസിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുകൊണ്ടവർ ദൈവത്തിന് വേണ്ടി ക്രിസ്തു യേശുവിൽ ശുശ്രൂഷിച്ചതായ ശുശ്രൂഷകളെയാണ് നമുക്ക് അതിന് മുൻപുള്ളതായ അധ്യായങ്ങളിലൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. എവിടെ വെച്ചാൽ ക്രിസ്ത്യാനികൾ എന്നുള്ളതായ പേര് ലഭിച്ചത്? അന്ത്യോഖ്യയിൽ വെച്ച്. ആ ഭാഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന് മുൻപുള്ളതായ അധ്യായങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ റോമാ നഗരത്തിൻ്റെ വലിയ ഒരു പട്ടണമാണ് അന്ത്യോഖ്യ. അവിടെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ശ്ലീഹന്മാർ ദൈവവചനവുമായിട്ട് കടന്നുപോയി അനേകരെ ദൈവത്തിൽ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് അനേകരെ ക്രിസ്ത്യാനികൾ അവർ കടന്നു വന്നു. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്ത്യാനികളായി. ആ പ്രവർത്തന മേഖലയുടെ സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. റോമ സാമ്രാജ്യത്തിൻ ക്രിസ്ത്യാനികൾ എന്ന പേര് വിളിച്ചപ്പോൾ ചിലർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് പറഞ്ഞ് ചിലർ കളിയാക്കി പറഞ്ഞു ക്രിസ്ത്യാനികളെ. അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന സുവിശേഷ ഘോഷണത്തെ ഒക്കെയും തടസ്സപ്പെടുത്തി.
ശ്ലീഹന്മാർ പലരും റോമ നഗരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അനേക രക്തസാക്ഷികൾ, സ്തെഫാനോസ് സഹോദരൻ മുതൽ അനേക രക്തസാക്ഷികൾ റോമ സാമ്രാജ്യത്തിൽ പലവിധമായിരിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി ക്രിസ്തു യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി മാറിയെന്ന് നമുക്കറിയാം. ആ ഭാഗമൊക്കെയും അതിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൽ പരിശുദ്ധയായ ദൈവമാതാവിനു ശേഷം ഏറ്റവും കൂടുതൽ ത്രോണോസുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങളുള്ളത് ആരുടെ നാമത്തിലാണ്? ഗീവർഗീസ് സഹദായുടെ നാമത്തിലാണ്. പരിശുദ്ധനായിരിക്കുന്ന ഗീവർഗീസ് സഹദായ്ക്ക് നേരിട്ടതായിരിക്കുന്ന പീഡകളും പ്രയാസങ്ങളും ഒക്കെയും റോമ സാമ്രാജ്യത്തിലെ ഒരു സേനാനായകനായിരുന്ന വിശുദ്ധനായ ഗീവർഗീസ് സഹദ ക്രിസ്തു ആരാണെന്നറിയുവാൻ, ക്രിസ്ത്യാനികൾ ആരാണെന്നറിയുവാൻ, ക്രിസ്ത്യാനികൾ എന്താണ് ഇപ്രകാരം പീഡയേൽക്കുന്നതെന്നറിയുവാനായിട്ട് കടന്നുപോയി അന്വേഷണം ഒടുവിൽ കണ്ടെത്തി ക്രിസ്തു ആരാണെന്ന് കണ്ടെത്തി ക്രിസ്തു യേശുവിൽ വിശുദ്ധനായ ഗീവർഗീസ് സഹദ വിശ്വസിച്ചു. എന്നാൽ പിന്നീട് നമുക്കറിയാം, അനേക ഭാരങ്ങളും പീഡകളും പ്രയാസങ്ങളും ഏറ്റ് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി. അന്ത്യോഖ്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്നുള്ളതായ പേര് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചു. അനേകരുടെ ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. എന്നാൽ അതിലൊന്നും പതറാതെ, അതിലൊന്നും ക്ഷീണിച്ചു പോകാതെ അവർ മുൻപോട്ട് കടന്നുപോയി. വീണ്ടും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ആ ദേശം മുഴുവനും ലോകം മുഴുവനും അവർ ഉയർത്തിക്കാട്ടി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടമാണ് ഒന്നാമത് ക്രിസ്തീയ ജീവിതമെങ്കിൽ, രണ്ടാമത്തേത് നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഏവർക്കും അറിയാകുന്നൊരു വാക്യമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്ഥിരതയോടെ ഓടിയവരാണ് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്തതായിരിക്കുന്ന പരിശുദ്ധന്മാരും വിശ്വാസികളും അതേപോലെ തന്നെ ശ്ലീഹന്മാരുമൊക്കെയും. അതേപോലെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളേവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നവനായിരിക്കണം. ഒരു പോരാട്ട ജീവിതം നയിച്ച് പിശാചിനോട് പോരാടി ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നിന്റെ ജീവിതം. ആ പോരാട്ടത്തിൽ സ്ഥിരതയോടെ ഓടുന്നവനായിരിക്കണം നിന്റെ ഓട്ടം. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. നമ്മൾ പ്രഭാത നമസ്കാരം 3-ാം മണി നമസ്കാരത്തിലൊരു ഗീതം ഇപ്രകാരം പാടി കേൾക്കുന്നുണ്ട്. ദുഷ്ടനോടരാടാൻ ശ്ലീബാവാഹികളാം സഹദേന്മാർ ചെന്നു, വാളാൽ ഛേദിതരായി ചിലരഗ്നിയിലന്ത്യം കണ്ടു. ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടു മടിപൂണ്ടില്ലവരും പോരിൽ, പുണ്യം നൽകണമവർ യാചനയാൽ. ഒടുവിലത്തെ ഒരു വരിയാണ്, പുണ്യം നൽകണം അവരുടെ യാചനയാൽ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഷ്ടൻ ദർശിച്ച് ആർപ്പിട്ടു. എന്ത് കണ്ടിട്ടാണ്? ഇവർ കേൾക്കുന്നതായ പീഡകളും ദുരിതങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ട് തീക്കിരയായി, തോലുരിക്കപ്പെട്ടു, കൈകളും കാലുകളും വെട്ടിയെറിയപ്പെട്ടു, തലകൾ ഛേദിക്കപ്പെട്ടു. അതിലൊന്നും മടി കൂടാതെ അവർ പോരാടി, സ്ഥിരതയോടെ അവർ പോരാടി.
നമ്മുടെ ജീവിതത്തിൽ തോലുരിയപ്പെടുമ്പോൾ സ്ഥിരതയോടെ ഒരു പോരാട്ട ജീവിതം നയിക്കുന്നവനാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൈകളും കാലുകളും വെട്ടിയെറിയപ്പെടുമ്പോൾ സ്ഥിരതയോടെയുള്ള ഒരു ഓട്ടം ഓടുന്നവനായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി നീ മുന്നോട്ട് കടന്നു പോകുമ്പോൾ കളിയാക്കുന്നവരുണ്ടാകും. ക്രിസ്തുവിന് വേണ്ടി നീ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിന്റെ കൈകളും കാലുകളും വെട്ടിയെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നിന്റെ കൈകളും കാലുകളും കെട്ടിയിടപ്പെടുന്നതായ അവസ്ഥകളുണ്ടാകും. നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ UK പ്രദേശത്തൊക്കെയും നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവർ മുഴുവനും ഈ ദൈവം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം, ക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന കാര്യമൊന്നും അവർ വകവയ്ക്ക് കടന്നു പോകുന്നവരല്ല. അതിൽ ഭൂരിഭാഗം ആളുകളും നിരീശ്വരവാദ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലും പ്രാർത്ഥിക്കുന്ന അവസ്ഥയില്ല. ഈ ഇംഗ്ലീഷ് ആളുകളായിരിക്കുന്നവർക്ക് കുറച്ച് പേരുകൾ കാത്തലിക്സ് പീപ്പിളുണ്ട്, അവർ പള്ളിയിൽ കടന്നു പോകും. അതേപോലെ മെത്തഡിസ്റ്റ് ചർച്ച്, പല ചർച്ചുകളുമുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളെയും നമ്മൾ നോക്കുമ്പോൾ ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു റിലീജിയനിലോ ഒന്നിലും പെടാതെ ദൈവത്തിലോ അല്ലെങ്കിൽ ക്രിസ്തുവിലോ ഒന്നും വിശ്വസിക്കാതെ കടന്നു പോകുന്നവരാ, ഒരു ദൈവത്തിലും വിശ്വസിക്കാതെ കടന്നു പോകുന്ന ആളുകൾ. അവിടെയൊക്കെയുള്ളതായിരിക്കുന്ന ദൈവാലയങ്ങളൊക്കെ നമ്മളൊന്ന് കടന്നു ചെന്നാൽ, കത്തലിക് ദൈവാലയങ്ങളാണെങ്കിലും അതേപോലെ ഇംഗ്ലീഷുകാർ കൂടി വരുന്ന ദൈവാലയങ്ങളിലൊക്കെയും ആണെങ്കിലും കടന്നു ചെന്നാൽ വലിയ വലിയ ദൈവാലയങ്ങളൊക്കെ മുമ്പേ പണിയിച്ചിട്ടതായിരിക്കുന്ന വലിയ ദൈവാലയങ്ങൾ. പക്ഷേ അവിടെയൊക്കെയും കടന്നു ചെന്നാൽ ഒരു 10ഓ 20ഓ പ്രായമായിരിക്കുന്ന വയസ്സായിരിക്കുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ചെറുപ്പക്കാരായിരിക്കുന്ന മക്കളെ ഒന്നും പള്ളിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവാലയങ്ങളിൽ, ഇപ്പോൾ നമ്മൾ കുർബാന അർപ്പിക്കുന്നതായ ദൈവാലയങ്ങൾ, ഇപ്രകാരമുള്ള ദൈവാലയങ്ങളൊക്കെയും വാടകയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ മദ്ബഹായും അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വിശുദ്ധ ബലിയർപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ബലിയർപ്പിക്കുവാനായിട്ട് കൂടി വരുന്നതായ ദിവസം ഒരുപക്ഷെ ഈ കാത്തലിക്സ് ആളുകളുടെ കുർബാന കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ കുർബാന. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ആളുകൾ, നമ്മുടെ കുഞ്ഞുമക്കളെ സൺഡേ സ്കൂളൊക്കെ പഠിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ചെറുമക്കളെയും ഒന്നും പള്ളിയിലൊന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ മക്കളെയൊക്കെ അവർക്ക് കാണുമ്പോൾ വലിയൊരു അത്ഭുതമാണ്, അവർക്ക് വലിയൊരു സന്തോഷമാണ് അവർക്ക്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന അവസ്ഥകൾ കടന്നു വന്നേക്കാം. പലവിധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. മുൻപേ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ തത്തയെ, ചീത്ത പറയുന്നതായിരിക്കുന്ന തത്തയെ നല്ല തത്തയുടെ കൂടെ ഇട്ടപ്പോൾ അതും ചീത്തയായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം അപ്രകാരം മുൻപോട്ട് കടന്നു പോകേണ്ടവരല്ല. ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അറിഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കുന്നവരായ നമ്മളെ ഏത് സാഹചര്യത്തിലിട്ടാലും, ഏത് പോരാട്ടത്തിൻ്റെ കളത്തിലിട്ടാലും, ഏത് യുദ്ധക്കളത്തിൽ നീ അകപ്പെട്ടാലും സ്ഥിരതയോടുകൂടി പോരാടുന്ന ഒരു പോരാട്ട ജീവിതം നയിക്കുന്നവനായി മാറണം. പരിശുദ്ധന്മാരും അതേപോലെ തന്നെ ശ്ലീഹന്മാരും ഒക്കെ ചെയ്തതുപോലെ അറുക്കപ്പെടേണ്ടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന അനേക നിമിഷങ്ങൾ കടന്നു വന്നപ്പോഴും പോരാട്ട ജീവിതം ഒട്ടും വിട്ടുകളയാതെ, ആ പോരാട്ടത്തിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ടുകളയാതെ സ്ഥിരതയോടെ മുൻപോട്ട് അവർ പോരാടി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രകാരം പോരാട്ട ജീവിതം നയിക്കുന്ന ഒരനുഭവമായിരിക്കണം നിൻ്റേത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതായിരിക്കുന്ന ബുദ്ധിമതികളായിരുന്നു ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും. അതേപോലെ നമ്മയും ദൈവം നോക്കുകയാണ് മുകളിൽ നിന്ന്. നീ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ?
നിനക്ക് നൽകുന്നതായ പോരാട്ട ജീവിതം സ്ഥിരതയോടുകൂടി ഓടുന്ന ബുദ്ധിയുള്ള വിശുദ്ധിയുള്ള പോരാട്ട ജീവിതം നയിക്കുന്ന ഒരു ശുദ്ധിമാനാണോ ശുദ്ധിമതിയാണോ എന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നോക്കുമ്പോൾ പ്രകാരമുള്ള ഒരു പോരാട്ട ജീവിതം നയിക്കുന്ന ഒരു പോരാളിയായി, ക്രിസ്തുവിന് വേണ്ടി പോർ പൊരുതി ജീവിക്കുന്ന ഒരു പോരാളിയായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെതായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഇടയ്ക്ക് തളർന്നു പോകുന്നവരല്ല, ഇടയ്ക്ക് സ്ഥിരതയോടെ ഓടുന്ന ഓട്ടം ഇടയ്ക്കൊന്ന് മാറിപ്പോകുന്നവരല്ല. മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ചില രോഗങ്ങളും വരുമ്പോൾ നിൻ്റെ ഓട്ടം മാറിപ്പോകരുത്. മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ചില ഭാരങ്ങൾ വരുമ്പോൾ നിൻ്റെ ഓട്ടക്കളത്തിൽ നിന്ന് നീ മാറിപ്പോകരുത്. മുൻപോട്ട് കടന്നു പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഓട്ടക്കളത്തിൽ നിന്ന് മാറിപ്പോകുന്നവരാകരുത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിൻ്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. രണ്ടാമത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ മരുഭൂമിയിലേക്കുള്ളതായിരിക്കുന്ന യാത്ര. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. അവിടെ 40 രാവും 40 പകലും ഉപവസിച്ചു. 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം കർത്താവിന് വിശന്നു. പിശാച് അവനെ പരീക്ഷിക്കുവാൻ അടുത്ത് വന്നു. നിനക്ക് വിശക്കുന്നെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കാം. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിലുള്ള വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന്. രണ്ടാമത് പിന്നെയും പരിശോധിച്ചു സാത്താൻ മരുഭൂമിയുടെ അവസ്ഥ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മരുഭൂമിയിലെ യാത്രയോട് സദൃശ്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മരുഭൂമിയിലെ യാത്രയോട് സദൃശ്യമാണ്. എന്താണ്? കർത്താവിനെ മരുഭൂമിയിൽ കടന്നുപോയപ്പോൾ പരീക്ഷിക്കുവാനായിട്ട് പിശാച് കടന്നു വന്നു. ബലഹീനതകൾ മനസ്സിലാക്കിയാണ് പിശാച് കടന്നു വന്നത്. മരുഭൂമിയിൽ മരുഭൂമി യാത്രയിൽ നിനക്ക് ചില ബലഹീനതകൾ, നിനക്ക് ചില പ്രയാസങ്ങൾ കടന്നു വരാം. ഒന്ന്, വെള്ളമില്ലേ. മരുഭൂമിയിൽ ഒരു തണൽ നമുക്ക് ലഭിക്കുകയില്ല. യാത്ര പുറപ്പെടുമ്പോൾ, യാത്ര പോകുമ്പോൾ സൂര്യൻ്റെ വലിയ ചൂടേറ്റ് തളർന്നു പോയാലും നിനക്ക് വിശ്രമിക്കുവാനൊരു സ്ഥലം നിനക്ക് കണ്ടെത്തണമെന്നില്ല. കുടിപ്പാനായിട്ട് നിനക്ക് വെള്ളം ലഭിക്കണമെന്നില്ല. മരുഭൂമിയിൽ ഒരു കട പോലും ഒരു പക്ഷേ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഭക്ഷിക്കുവാനായിട്ട് നിനക്ക് ആഹാരം ലഭിക്കണമെന്നില്ല. പിശാചിൻ്റെ 3 പരീക്ഷണങ്ങളുടെ ഭാഗമാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ ആദ്യമേ തന്നെ അവൻ മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവസിച്ചു. അതിനുശേഷമാണ് പിശാച് അടുത്ത് വരുന്നത്. എന്താണ്? ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. അപ്പോൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മരുഭൂമിയിലൂടെയുള്ളതായി യാത്രയായിരിക്കും. പക്ഷേ ആ യാത്രയിൽ വചനം കയ്യിലെടുത്തുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നിൻ്റെ ജീവിതം. തളർന്നു പോകുന്ന അവസ്ഥകൾ കടന്നു വരാം, തണലില്ലാത്തതായിരിക്കുന്ന അവസ്ഥകൾ കടന്നു വരാം. എന്നാൽ ഈ വചനം നിനക്ക് തണലേകും.
ഭക്ഷിപ്പാൻ നിനക്കൊന്നുമില്ലാത്ത അവസ്ഥ കടന്നു വരാം. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിനക്ക് ആഹാരമായി മാറും. നിനക്ക് ദാഹം കടന്നു വന്നേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിന്റെ ദാഹം മാറ്റുവാൻ മതിയാകും. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മരുഭൂമിയിലെ യാത്ര. ആ മരുഭൂമിയിലെ യാത്രയിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നിനക്കൊരു തുണയായിരിക്കണം. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ആ സാക്ഷികളുടെ സമൂഹത്തോടൊപ്പം ഓടുവാനായിട്ടിടയായി തീരണം. ക്രിസ്തുവിന് വേണ്ടി പോർ പൊരുതുന്നതായിരിക്കുന്ന വിശുദ്ധന്മാരോടുകൂടെ ഓടുവാനായിട്ടിടയായി തീരണം. ഓട്ടക്കളത്തിൽ ഓടുന്നതായ ഒരോട്ടം, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ ഒരു ജീവിതം. 4 പടകിലൂടെയുള്ളതായിരിക്കുന്ന ഒരു യാത്ര, മരുഭൂമിയിലൂടെയുള്ളതായിരിക്കുന്ന ഒരു യാത്ര. 4 പ്രത്യേക അവസ്ഥകളിലൂടെ ഉള്ളതായ ക്രിസ്തീയ ജീവിതത്തെയാണ് ഓർമ്മപ്പെടുത്തിയത്. പ്രകാരം ക്രിസ്തു ഉള്ളതായിരിക്കുന്ന ഒരനുഭവത്തിലൂടെ നല്ല ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് മുൻപോട്ട് യാത്ര പോകുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ക്രിസ്തുവേശുവുള്ളതായ ഭാവം നമ്മിലുണ്ടായി ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. ഞാനായിരിക്കുന്ന ശുശ്രൂഷ മേഖലകൾ അതിനോർത്ത് പ്രാർത്ഥിക്കണം. ഏറെ ജീവിത ബുദ്ധിമുട്ടുകളും പ്രഹാരങ്ങളും പ്രയാസങ്ങളും നമുക്കറിയാം. ഒരു ദേശത്ത് കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ഹിതം എന്നവണ്ണം ഞാൻ കടന്നു പോകുവാൻ, ഞാൻ പ്രത്യേകമായിട്ട് ആ ദേശത്ത് തന്നെ, ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് തന്നെ കടന്നു പോകുവാനുള്ളതായ പ്രധാന കാരണമെന്ന് പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് തന്നതായിരിക്കുന്ന തുണ. അവൾ ഈ OET എക്സാമും കാര്യങ്ങളെല്ലാം പാസ്സായപ്പോൾ, UK അതിനുള്ളതായ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചപ്പോൾ, പല പ്രദേശങ്ങളിൽ നിന്നുള്ളതായ ഓഫർ ലെറ്ററുകളും കാര്യങ്ങളെല്ലാം കടന്നു വന്നപ്പോഴും അഭിനന്ദ ആ നാളുകളിൽ അവിടെ പത്രർക്ക് വികാരിയായിട്ട് ശുശ്രൂഷ നിർവഹിച്ചു പോകുന്ന സമയമായിരുന്നു. അഭിനന്ദ തിരുമനസ്സിനെ പുത്തൻകുരിശിൽ വെച്ച് കണ്ടപ്പോൾ അഭിനന്ദ തിരുമനസ് ഒരു കുഞ്ഞു ദേവാലയത്തെ പറ്റി പറയുകയുണ്ടായി. വളരെ ആത്മാർത്ഥതയോടെ ദൈവ ഒരു വലിയ ഒരു ചെറിയ ഒരു കൂട്ടായ്മയാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനമുള്ളതായിരിക്കുന്ന, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കടന്നു പോകുന്നതായിരിക്കുന്ന ഒരു 15ഓളം കുടുംബങ്ങൾ ഒരു പ്രദേശത്തുണ്ട്. അപ്പോൾ അവർക്കൊരു വൈദികനെ, വളരെ ചുരുങ്ങിയ ഒരു ആളുകളാണ്, വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ എല്ലാവരും കടന്നു വന്നിട്ടായതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ആ പ്രദേശത്തൊരു അച്ഛനുണ്ടെങ്കിൽ അവിടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർ നാട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ പ്രദേശം ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് അഭിനന്ദ തിരുമനസ്സിനോട് പറയുകയുണ്ടായിരുന്നു. അപ്രകാരമാണ് തിരുമനസ്സിൽ നിന്ന് കൽപ്പന ലഭിച്ച് ആ പ്രദേശത്തേക്ക് എത്തിച്ചെഴുവാനായിട്ട് സാധ്യമായി തീർന്നത്. നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ അച്ഛന്മാർക്കുള്ളതായിരിക്കുന്ന വലിയ ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നമ്മൾ കടന്നു ചെന്നൊരു ശരിക്കും ആത്മാർത്ഥമായി അവിടെ ഒരു ബലി അർപ്പിക്കുന്നതായ അനുഭവം ആണ് അവിടെ ശരിക്കും ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രകാരം ഒരു വൈദികൻ ആ ദേശത്ത് തന്നെ കടന്നു വരികയാണെങ്കിൽ ഒരു വിശുദ്ധ കുർബാന അവർക്ക് കാണുവാനായിട്ട് സാധ്യമാകും, വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് സാധ്യമാകും എന്നുള്ളത് കൊണ്ടാണ് അപ്രകാരം തിരുമനസ് കൽപ്പിച്ചപ്പോൾ ആ ദേശത്തേക്ക് കടന്നു പോകുവാനായിട്ടിടയായി. ഞങ്ങൾ പാർക്കുന്ന ദേശം എന്ന് പറയുന്നത് UK ഒരു മിഡ്ലാൻഡിൽ ഇച്ചിരി അകന്നു മാറിയുള്ളതായൊരു പ്രദേശമാണ്. പക്ഷേ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം കൂടുതലായും പ്രായമായിരിക്കുന്ന ആളുകൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആഗ്രഹിച്ച് സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നതായ ആളുകളാണ് കൂടുതലും അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലണ്ടനിലെ വലിയ ഒരു നിങ്ങൾ TV യിലൊക്കെ കാണുന്നതായിരിക്കുന്ന ആ ഒരു വലിയ അനുഭവമൊന്നുമല്ല ഞങ്ങൾക്ക് അവിടെ. ഇവിടെ ഉള്ളതുപോലെ തന്നെ വലിയ പച്ചപ്പും അതേപോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. എന്നാൽ ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയാണ് ആ ദേശത്ത് കടന്നു ചെല്ലുക എന്നുള്ളത്. ആ പ്രകാരം അവിടെ എത്തിപ്പെടുവാനായിട്ട് ഇടയായി. ആ ഒരു 15 വീട്ടുകാർ മാത്രമേ ഉള്ളൂ ആ പ്രദേശത്ത്.
എന്നാൽ വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ആ ദേശത്ത് നിർവഹിച്ചു പോരുന്നു. എല്ലാം ദൈവമക്കളും വളരെ അനുഗ്രഹപ്രദമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വളരെ ഭക്തിയോടെ ഒരുക്കത്തോടുകൂടി കടന്നു വരുന്നവരാണ്. മാസത്തിൽ ഒരു ശനിയാഴ്ച, 4ാമത്തെ ശനിയാഴ്ച മാത്രമാണ് അവിടെ കുർബാനയുള്ളത്. മറ്റൊരു ദൈവാലയം ഞാൻ ശുശ്രൂഷിക്കുന്നത് ലണ്ടനിലെ റോംഫോർഡ് എന്ന് പറയുന്നതായ ദൈവാലയത്തിലാണ്. അവിടെ സ്വന്തമായിട്ടുള്ളതായ ഒരു ദൈവാലയമാണ്. UK ആദ്യത്തെ ദേവാലയമാണ് ലണ്ടനിലെ. അവിടെയുള്ളതായിരിക്കുന്ന ആ പ്രധാന ദൈവാലയത്തിലാണ് രണ്ടാമത് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉള്ളതായിരിക്കുന്ന ഒരു ദൈവാലയം. അവിടെ എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ഗീവർഗീസ് തണ്ടായത്ത് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുണ്ടാകില്ല. അച്ഛൻ അവിടെയായിരുന്നു കുറേ നാൾ. അച്ഛൻ്റെ സ്വദേശം കരിങ്ങാച്ചിറയാണ്. ഷോയി അച്ഛൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടിരിക്കും. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ കൂടെ വികാരിയായിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ 2 ദൈവാലയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായി തീരുവാൻ, തളർന്നു പോകാതെ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുകയാണ്. കുടുംബത്തെ ഓർത്തും പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി നൽകിയ ഈ സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ പ്രവർത്തകരോടും, പ്രത്യേകിച്ച് ജോണി സാറിനോടും അതേപോലെ ബഹുമാനപ്പെട്ട തമ്പിമാരുടെ അച്ഛനോടുള്ളതായിരിക്കുന്ന വലിയ സ്നേഹവും സന്തോഷവും ഇതിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ അറിഞ്ഞുകൊണ്ട്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് നമുക്കേവർക്കും ഇടയായി തീരട്ടെ. പോരാട്ട ജീവിതം നയിക്കുമ്പോൾ തളർന്നു പോകാതെ മുൻപോട്ട് ഓടുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യാശയോടെ ജീവിക്കാൻ എത്രയും ശ്രേഷ്ഠനായ ആചാര്യൻ്റെ കൈകളിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാനായി നമ്മുടെ തലകളെ വണങ്ങാം. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ നിരന്തരമായ കൂട്ടായ്മയും സംസർഗവും കാവലും ഈ വചനം കേട്ട എല്ലാവരോടുകൂടെയും ഇന്നും എന്നെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.